സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ പ്രസാദം. മഹാഭാരതത്തിലെ ഭഗവത്ഗീതയെ പോലെ പ്രാധാന്യമുള്ള സ്കന്ദപുരാണത്തിലെ ഗുരുഗീതയെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഗുരുഗീതയിലെ സന്ദേശം പരമപ്രധാനമാണ്. പരബ്രഹ്മം എന്ന പ്രപഞ്ചശക്തി ഒന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ദൈവം എന്ന എന്തൊക്കെ പേരിൽ വിശേഷിപ്പിക്കുന്നുവോ അവരെല്ലാം മനുഷ്യരൂപത്തിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരായിരുന്നു. അവരിലൂടെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നതും അനുഭവിക്കുന്നതും. മാതാപിതാ ഗുരുർ ദൈവം എന്ന വരികൾ പറയുന്നത് പോലെ മാതാവിലൂടെ മാത്രമേ പിതാവിനെ അറിയാൻ കഴിയൂ, ഗുരുവിലൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയൂ. അതുകൊണ്ട് ഗുരുഗീത ലോകത്തോട് പറയുന്നു, ദൈവത്തെ അറിയാൻ ഒരേയൊരു മാർഗം ദൈവത്തെ അറിഞ്ഞ ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നതാണ്. അത്തരം ഗുരുവിൽ ശിഷ്യപ്പെടുന്നതിലൂടെ ശിഷ്യൻ ആത്മജ്ഞാനിയാകുന്നു. സദ്ഗുരു ലാഭമുണ്ടാകുന്നത് വരെ ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും സാധാരണക്കാരെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ ഉപകരിക്കും. ഗുരുവിൽ സമർപ്പണമുള്ളവർ പിന്നെ മറ്റൊരു തീർത്ഥവും തേടി പോകേണ്ടതില്ല. സർവ്വ തീർത്ഥങ്ങളും പൂർണ്ണനായ ഒരു മഹാത്മാവിൽ സംഗമിക്കുന്നു. ഗുരു വസിക്കുന്ന സ്ഥാനം കാശിയും ഗുരുവിൻ്റെ പാദതീർത്ഥം ഗംഗയുമാണെന്ന് പറയും. ഗുരുവിൽ സമർപ്പിച്ചു നീങ്ങിയാൽ സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തതിന് തുല്യമാണ്. ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ എവിടെ കുളിച്ചാലും അത് ഗംഗാജലത്തിൽ കുളിക്കുന്നതിന് തുല്യം തന്നെ. ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായിക മാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായിക മേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതമപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി.
താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. ഇനി രാമായണ ദർശനം. രാമദർശനത്തിനാണ് താൻ അത്യന്തം ദുഷ്കരമായ രാജപൗരോഹിത്യം സ്വീകരിച്ചത് എന്ന് വസിഷ്ഠമുനി ശ്രീരാമനെ അറിയിക്കുന്ന ഭാഗമാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് രാമായണ ദർശനത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വസിഷ്ഠ മഹർഷി ശ്രീരാമ തത്വത്തെ തനിക്കറിയാമെന്ന് പ്രകടമാക്കുകയും എന്നാൽ ലോക മര്യാദയനുസരിച്ച് ഗുരുവിൻ്റെ ഭാവത്തിലിരിക്കുമ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുകയാണ് താനെന്നും പറഞ്ഞുകൊണ്ട് സ്തുതിച്ച ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തൻ്റെ കൃതാർത്ഥതയെ വെളിപ്പെടുത്തുകയാണ് വസിഷ്ഠൻ. ഇന്നു സഫലമായി വന്നു മനോരഥം, ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും. യോഗേശത്തെ മഹാമായാ ഭഗവതി, ലോകൈകമോഹിനി മോഹിപ്പിയൈകമാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയൈകമേ. ത്വത്പ്രസംഗ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രചിത്. വളരെ നിന്ദിതമായ ഗർഹിതമായ പൗരോഹിത്വം താൻ സ്വീകരിച്ചത് രാമദർശനത്തിലുള്ള ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്, അഥവാ രാമനുമായി സമ്പർക്കമുണ്ടാകുമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ ഒരു മനോരഥം ഇന്നിതാ സഫലമായി വന്നു. ഇനി ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, ഹേ യോഗേശ, അവിടുത്തെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. അഥവാ ആചാര്യനിഷ്കൃതി അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആചാര്യനിഷ്കൃതി എന്ന് പറഞ്ഞാൽ ആചാര്യനിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആചാര്യന് ദക്ഷിണ സമർപ്പിക്കണം. അങ്ങനെ ദക്ഷിണ സമർപ്പണത്തിലൂടെ ആചാര്യനോടുള്ള കടം പൂർണ്ണമായി വീട്ടാൻ സാധ്യമല്ല, എങ്കിലും അതൊരു കടം വീട്ടുന്ന ചടങ്ങാണ്. അപ്പോൾ ആചാര്യനോടുള്ള ഋണം ഇല്ലാതാക്കി തീർക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ആചാര്യ നിഷ്കൃതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ മനസ്സ് ഒരിക്കലും മായയാ മോഹിപ്പിക്കാതിരിക്കണമേ. മായയാൽ ഞാൻ മോഹിക്കരുതേ. ഇത് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഏതായാലും നിൻ്റെ ഈ രഹസ്യങ്ങൾ എനിക്കറിയാമെന്നുള്ളത് അതൊരിക്കലും പുറത്ത് വെളിപ്പെടുത്തിക്കൂടാ. കാരണം ദൈവകാര്യം നടക്കണമെങ്കിൽ ഈ അറിവ് രഹസ്യമായി തന്നെ ഇരിക്കണം. അതുകൊണ്ട് അപ്രവക്തവ്യം കുത്രചിത്, ഒരിടത്തും തന്നെ ഇത് പ്രവക്തവ്യമല്ല, ഇത് പറയപ്പെട്ടുകൂടാത്തതാണ്. അതുകൊണ്ട് ഞാൻ ഈ അറിവ് ഗുപ്തമാക്കി വയ്ക്കുന്നു. ശിഷ്യനോടെന്ന പോലെ നിന്നോട് പെരുമാറുന്നു എന്നർത്ഥം. രാജാ ദശരഥൻ ചൊന്നതു കാരണം, രാജീവനേത്ര വന്നേൻ ഇവിടേക്കു ഞാൻ. അഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാൻ ഉഴറി വന്നേനഹം.
വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ. വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. രാജാവ് ദശരഥൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നാളെ നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയാണ്. യുവരാജ പദവിയിൽ നാളെ തന്നെ നിന്നെ അഭിഷേകം ചെയ്യാൻ രാജാവ് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സീതയോടൊപ്പം ഇന്ന് ഉപവാസം ചെയ്യണം, വെറും തറയിൽ കിടക്കണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഞാൻ വേഗം തന്നെ പോയി അഭിഷേകവുമായി ബന്ധപ്പെട്ട വിവിധ കർമ്മങ്ങൾ ചെയ്ത് ഒരുക്കാൻ പോവുകയാണ്. നീ രാവിലെ വന്നുകൊള്ളൂ എന്ന് വസിഷ്ഠൻ രാമനോട് അറിയിച്ചു. പിന്നീട് ശ്രീരാമൻ ലക്ഷ്മണനോട് സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയുകയാണ്. താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടും ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ്, നാളെ ഇളമയായിട്ട് എന്നെ അഭിഷേകം ചെയ്യുകയാണ് അച്ഛൻ. ഇളമ യുവരാജാവ്. ഇവിടെ ഞാനൊരു നിമിത്തം മാത്രമാണ് ഹേ ലക്ഷ്മണ. വാസ്തവത്തിൽ നീയാണ് എല്ലാ അധികാരങ്ങളും നോക്കി നടത്തേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ ബഹിപ്രാണനാണ്. ബഹിപ്രാണൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാണനാണ് നീ, അഥവാ എൻ്റെ പ്രാണസമാനം പുറമെ പ്രവർത്തിക്കുന്നവനാണ് നീ. ഇപ്രകാരം പ്രാണനാൽ പ്രവർത്തിതമാകുന്ന ശരീരം പുറമെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ ഞാനാകുന്ന പ്രാണൻ്റെ ബഹിദേഹമാണ് നീ. ഈ ഒരു നിലയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സന്തോഷിക്കാൻ നീ തയ്യാറായിക്കൊള്ളൂ. ഉത്സവത്തിന് കോപ്പിട്ടിടുക, സന്തോഷിക്കാൻ നീ തയ്യാറായിക്കൊള്ളൂ. നീ എനിക്ക് സമനാണല്ലോ. എന്നല്ല, നമ്മളോട് മത്സരിക്കാൻ ആരും തന്നെ ഇല്ല. നമുക്കൊരു ദുഃഖവും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. ദശരഥ മഹാരാജാവ് ചക്രവർത്തിയാണ്. ആ ചക്രവർത്തി സാർവഭൗമൻ്റെ പിന്മുറക്കാരായിട്ടാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ യുവരാജാവായാലും വാസ്തവത്തിൽ നീയാണ് യുവരാജാവ്. ആ നിലയ്ക്ക് പ്രതാപത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഒരാളും നമുക്ക് ശത്രുക്കളായിട്ടുണ്ടാവില്ല എന്ന് സസന്തോഷം രാമൻ ലക്ഷ്മണനെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തൻ്റെ പട്ടാഭിഷേക വൃത്താന്തം ശ്രീരാമൻ ലക്ഷ്മണനെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാത്രവുമല്ല, തനിക്ക് പ്രാണസമാനനായ അനുജനോട് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ശ്രീരാമൻ സ്നേഹവാക്കുകളാൽ പറയുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മത്തിലേക്ക്. പ്രകൃതിയുടെ സ്ഥായീഭാവം ശാന്തതയാണ്. പ്രകൃതിയിലെ മറ്റെല്ലാ സൃഷ്ടിക്കുമുണ്ട് ഈ ശാന്തത, മനുഷ്യനൊഴികെ. മനുഷ്യനിലെ സ്വാർത്ഥതയാണ് അശാന്തയ്ക്ക് കാരണം. ശാന്തമായ മനസ്സിലേക്ക് എത്തിച്ചേരാനുള്ള ചില വഴികളെക്കുറിച്ചാണ് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി ഇന്ന് സനാതനധർമ്മത്തിൽ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ.
അമ്മ പറയാറുണ്ട്, പ്രകൃതിയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് നിറഞ്ഞ ശാന്തി മാത്രമാണ്. ആകാശം, നദികൾ, സമുദ്രം, മലകൾ, വൃക്ഷങ്ങൾ, പൂക്കൾ, കിളികൾ ഇവയൊക്കെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. അതിനാലാണ് മനസ്സിന് ഉല്ലാസം ലഭിക്കുന്നതിനായി നമ്മൾ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നത്. എന്നാൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയിൽ പ്രകൃതിയുടെ തന്നെ ഭാഗമായ മനുഷ്യൻ മാത്രമാണ് ദുഃഖിക്കുന്നത്. അതിൻ്റെ മുഖ്യ കാരണം അവൻ്റെ സ്വാർത്ഥതയാണ്. എന്നാൽ പ്രകൃതിയിൽ നിറഞ്ഞു കാണുന്നത് നിസ്വാർത്ഥതയാണ്. പ്രകൃതിയിലെ ഓരോ ജീവജാലവും എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുകയാണ്. വൃക്ഷങ്ങൾ വെള്ളവും വളവും ഭൂമിയിൽ നിന്നും വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും എത്രയോ ഫലങ്ങളാണ് അവ നൽകുന്നത്. എത്രയോ കിളികൾക്ക് ചേക്കേറുവാൻ അവയുടെ ചില്ലകൾ അവസരം നൽകുന്നു. ഇങ്ങനെ പ്രകൃതിയിൽ ഏതൊന്നിനെ നോക്കിയാലും അവ നൽകുന്ന പാഠം കൊടുക്കുവാനാണ്, മറിച്ച് എടുക്കുവാനല്ല. പ്രകൃതി പഠിപ്പിക്കുന്നത് സ്വാർത്ഥതയുടെ പാഠമല്ല, നിസ്വാർത്ഥതയുടെ പാഠമാണ്. ഇതുപോലെ നൽകുവാൻ പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ശാന്തി കണ്ടെത്തുവാൻ കഴിയും. അമ്മ പറയുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു സ്കൂളിൽ നിന്നും കുട്ടികളും ടീച്ചറും കൂടി ഒരു വിനോദയാത്രയ്ക്ക് പോയി. ടീച്ചർ നോക്കുമ്പോൾ 2 കുട്ടികൾ ഒരു വള്ളിപ്പടപ്പിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നത് എന്നറിയാനായി ടീച്ചർ അവിടേക്ക് ചെന്നു. കുട്ടികളോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മുന്നിൽ കാണുന്ന ഒരു ക്ഷേത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അവിടെ ഒരു വൃദ്ധൻ ക്ഷേത്രം വൃത്തിയാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ഷൂസുകൾ വെളിയിലുണ്ട്. അതിലൊന്ന് അദ്ദേഹം അറിയാതെ ഒളിപ്പിച്ച് വെക്കാൻ ഞങ്ങൾ പദ്ധതിയിടുകയായിരുന്നു. അദ്ദേഹം തിരികെ വരുമ്പോൾ കാണാത്ത ഷൂസ് തിരഞ്ഞു നടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. കുട്ടികളെ വഴക്കൊന്നും പറയാതെ ടീച്ചർ അവരോട് പറഞ്ഞു, അതിനും വലിയൊരു രസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടീച്ചർ ഒരു നാണയം എടുത്ത് ഒരു 100 രൂപ നോട്ടിൽ പൊതിഞ്ഞ് കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് അദ്ദേഹം കാണാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂസിൽ വെച്ചിട്ട് വരണം. കുട്ടികൾ അതനുസരിച്ചു. ഇനി നമുക്ക് എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറും കുട്ടികളും അവിടെ ഒളിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ആ വൃദ്ധൻ സാവകാശം പടികളിറങ്ങി ഷൂസ് ഇരുന്ന സ്ഥലത്ത് വന്നു. വലതുകാൽ ഷൂസിനുള്ളിൽ വെച്ചപ്പോൾ കാലിൽ എന്തോ തടയുന്നു. അദ്ദേഹം ഷൂസ് എടുത്ത് അതിനുള്ളിൽ കൈയിട്ട് നോക്കി. ഒരു നാണയം 100 രൂപ നോട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം അത്ഭുതം കൊണ്ട് വികസിച്ചു. അത് ആരുടെയെങ്കിലും ആണോ എന്നറിയാനായി അദ്ദേഹം ചുറ്റും നോക്കി. ആരെയും അവിടെ കാണുവാനില്ല. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നടന്നുപോയി. ടീച്ചർ നോക്കുമ്പോൾ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ടീച്ചർ ചോദിച്ചു, ഒരു ഷൂസ് കാണാതെ ആ വൃദ്ധൻ വിഷമത്തോടെ അതവിടെ തിരഞ്ഞു നടക്കുന്നത് കാണുന്നതാണോ രസം, അതോ പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ 100 രൂപയ്ക്ക് ഈശ്വരനോട് നന്ദി പറയുന്നത് കാണുവാനാണോ രസം? കുട്ടികൾക്ക് സന്തോഷത്താൽ കണ്ണുനീർ പൊഴിക്കുവാനല്ലാതെ മറ്റൊന്നും പറയുവാനുണ്ടായില്ല. നൽകുന്നതിൽ വേണം നമ്മൾ സന്തോഷം കണ്ടെത്തുവാൻ. ഒരിക്കലും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കരുത്. നൽകുന്നതിലെ സന്തോഷം വേണം നമ്മൾ ജീവിതത്തിൽ പകർത്തുവാനും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാനും. ഇതിലൂടെ നമ്മുടെ മനസ്സിൽ നന്മ നിറഞ്ഞ ചിന്തകൾ നിറയും. നമ്മുടെ ജീവിതം കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത്. അതിനുള്ളിൽ ശാന്തി അനുഭവിക്കുവാനും ചുറ്റുമുള്ളവർക്ക് ശാന്തി പകരുവാനും കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്തിനുള്ളതാണ് ഈ ജീവിതം? നമ്മുടെ ജീവിതം നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല. എത്രയോ ആളുകളുടെ പ്രയത്നം അതിന് വേണ്ടി വരുന്നു. ഉദാഹരണത്തിന് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ എടുക്കുക. ഏതോ ഗ്രാമത്തിലെ കർഷകർ പരുത്തി കൃഷി ചെയ്യുന്നു. അത് വാങ്ങി ആരോ നൂലാക്കുന്നു. അത് മറ്റു ചിലർ നെയ്ത് വസ്ത്രമാക്കുന്നു. നമ്മുടെ നാട്ടിലെ കടയിൽ അത് വിൽപ്പനയ്ക്കായി വരുന്നു. അവിടെ നിന്നും നമ്മളത് വാങ്ങുന്നു. തയ്യൽക്കാരൻ അത് തുന്നിത്തരുന്നു. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് പിന്നിൽ തന്നെ എത്രയോ ആളുകളുടെ അധ്വാനമുണ്ട്. കൂടാതെ പരുത്തിച്ചെടി വളരണമെങ്കിൽ പ്രകൃതിയുടെ കനിവുണ്ടാകണം. ഈ തിരിച്ചറിവ് നമ്മളെ വിനയമുള്ളവരാക്കും. നമ്മൾ ഇവിടെ ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പമുണ്ട്. പ്രകൃതിയും മനുഷ്യനും സർവ്വജീവരാശികളും ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരു വലയിലെ കണ്ണികൾ പോലെ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ചിന്തയാണ് നമ്മളെ വിശ്വത്തോളം വലുതാക്കുന്നത്. അമ്മ പറയുന്നൊരു കഥയുണ്ട്. സമുദ്രത്തിൽ തിരകൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി തിരകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു കുഞ്ഞൻ തിര ഭയന്ന് വിറയ്ക്കുന്നത് പിന്നിലുള്ള വലിയ തിര കണ്ടു. അത് ചോദിച്ചു, നീ എന്തിനാണ് പേടിച്ച് വിറയ്ക്കുന്നത്? കുഞ്ഞൻ തിര പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, കണ്ടില്ലേ, നമ്മുടെ മുന്നിലുള്ള തിരകളെപ്പോലെ നമ്മളെല്ലാവരും ആ തീരത്ത് കാണുന്ന വലിയ പാറയിൽ തട്ടി തകരാൻ പോവുകയാണ്. വലിയ തിര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണോ കാര്യം? മോനെ, നീ തിരയല്ല, ഈ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. താൻ സമുദ്രമാണെന്ന തിരിച്ചറിവ് വന്നതോടെ ആ കുഞ്ഞൻ തിര ആഹ്ലാദത്തോടെ തീരത്തേക്ക് കുതിച്ചു. നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന തിരിച്ചറിവോടെ പരസ്പരം സഹായിച്ചുകൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാം.
ഓം നമ ശിവായ. പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കാതെ മറ്റ് എല്ലാ ജീവജാലങ്ങളെ പോലെയും താനും പ്രകൃതിയുടെ ഭാഗമാണ് എന്ന ബോധമുറയ്ക്കുമ്പോൾ മനസ്സിലേക്ക് ശാന്തത ഒഴുകിയെത്തും. സന്ധ്യാദീപം തുടർന്ന് ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. ഈശ്വരനും ഞാനും തുല്യം എന്ന് ഒരാൾക്ക് പറയാം, പക്ഷെ ഗുരുവും ഞാനും തുല്യം എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഈശ്വരനെ കാണിച്ചു തന്ന മഹാസത്യമാണ് സദ്ഗുരു. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. നമസ്കാരം. ഉഗ്രരൂപിണി